ഇന്ന് +2 റിസൾട്ട് വന്ന ദിവസമാണ്. അപ്പോൾ +2 പാസ്സായ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇനി പാസ്സാകാതെ മാർക്ക് കുറഞ്ഞവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഈ മാർക്ക് കുറഞ്ഞവർക്ക് ഇപ്പം ഇവൻ എന്തിനാ അഭിനന്ദനം പറഞ്ഞതെന്നല്ലേ? അവരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് മാർക്ക് കുറഞ്ഞു എന്നല്ലേ ഉള്ളൂ, മാർക്ക് തീരെ കിട്ടാതിരുന്നിട്ടൊന്നുമില്ലല്ലോ. അവരവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് അത്രയെങ്കിലും എത്തിയത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ആരെയും വില കുറച്ച് കാണരുത്. അതേപോലെ ചിലർ 88 പ്രതീക്ഷിച്ചിട്ട് 78 കിട്ടിയുള്ളൂ, 75 കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ 90 പ്രതീക്ഷിച്ചിട്ട് 78 75 കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ 60 കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ എനിക്കറിയാം. കുട്ടികൾ വിഷമിച്ചാലും ഇല്ലെങ്കിലും പാരൻസ് അവരോട് പറയുന്നുണ്ടാവും, നിന്നോട് നീ ഇങ്ങനെയാണോ അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പ്രഷറൈസ് ചെയ്യുന്നവരും ഉണ്ടാവാം, ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ 75% അല്ലെങ്കിൽ ഈ 78% അവർ നേടിയില്ലേ, അതിനവർ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്. ഇതുപോലും വാങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന എത്രയോ കുട്ടികൾ ഇതേ സ്ഥാനത്തുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ 90 പ്രതീക്ഷിച്ചു, എന്നാൽ നിർഭാഗ്യവശാൽ 88 അല്ലെങ്കിൽ 78 അല്ലെങ്കിൽ 75 കിട്ടിയുള്ളൂ, ചിലപ്പോൾ അതിലും താഴെ കിട്ടിയുള്ളൂ. പക്ഷേ അത്രയും കിട്ടിയത് നിങ്ങളുടെ മക്കൾ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് നേടിയ ഒരു നേട്ടം തന്നെയാണ്. പഠിച്ചു നേടിയ നേട്ടമാണല്ലേ. അപ്പം നമ്മളാരും അതിനെ വില കുറച്ച് കാണരുത്. ഒരിക്കലും നമ്മളവരെ വഴക്ക് പറയരുത്, പ്രഷറൈസ് ചെയ്യരുത്. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്ത് കിടക്കും? പേടി കിടക്കും. നാളെ പഠിക്കാനിരിക്കുമ്പോൾ അവരുടെ ഉള്ളിനുള്ളിൽ ഈ പേടിയായിരിക്കും. ഞാൻ ഇത്ര ശതമാനം മാർക്ക് വാങ്ങിയില്ല എങ്കിൽ എൻ്റെ അച്ഛൻ അമ്മ എന്നോട് ദേഷ്യപ്പെടുമല്ലോ എന്ന പേടി. അതല്ല വേണ്ടത്. സന്തോഷത്തോടു കൂടി പഠിക്കാൻ തോന്നിയാലേ മുൻപോട്ടും അവർക്ക് പഠിച്ച് മുന്നേറാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ പഠനം അവിടെ ഫുൾ സ്റ്റോപ്പായി പോകും. അവരുടെ ഉള്ളിൽ പേടിയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ പേടിയാണെന്ന് വിചാരിക്കും, നിങ്ങൾ പോകുമോ? ഇല്ല, പോവില്ല. പേടിയാണല്ലോ, എങ്ങനെ പോകും എന്ന് പറഞ്ഞതുപോലെയാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ട്, ആ വ്യക്തിയുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങളൊന്ന് പതറിപ്പോവില്ലേ, ഒന്ന് പകച്ചു പോവില്ലേ? അതേപോലുള്ള പകപ്പ്, ഒരു പതറിപ്പ് നമ്മുടെ മക്കൾക്ക് വരും. അത് വേണ്ട. വാങ്ങിയ മാർക്കിന് അവരെ അഭിനന്ദിക്കുക. പറ്റുവാണെങ്കിൽ ചെറിയ 1-2 ഗിഫ്റ്റൊക്കെ വാങ്ങി അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക. മാർക്ക് കുറഞ്ഞ് തോറ്റുപോയവരോടും നമ്മൾ ദേഷ്യപ്പെടണ്ട. എടാ ഓട്ടെ, സാരില്ല, നമുക്കാരും അടുത്തേൽ പിടിക്കാടാ എന്ന് പറഞ്ഞാൽ അവർക്ക് വരുന്നൊരു സമാധാനമുണ്ട്. കാരണം ഈ മാർക്ക് പോയതിൽ നിങ്ങളെപ്പോലെ തന്നെ അവരും ഭയങ്കര സങ്കടത്തിലായിരിക്കും. അവരെ സമാധാനിപ്പിക്കേണ്ടത് നിങ്ങൾ അവരുടെ മേലെ വഴക്കുമായി ചെന്ന് കഴിഞ്ഞാൽ അവർക്കതൊന്നും കൂടെ മാനസിക വിഷമം ഉണ്ടാവും. അതിനേക്കാളും പോട്ടടാ, സാരില്ല, നമുക്ക് അടുത്തതിൽ പിടിക്കാം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു മാനസിക ഊർജ്ജമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.